എല്ലാവർക്കും നമസ്കാരം. ഋതുബാല ആർട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗശൂന്യമായ ഒരുപാട് PVC പൈപ്പുകൾ ഉണ്ടാവും. അതൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് എങ്ങനെ ഒരു ജിമ്പിൾ ഉണ്ടാക്കാം എന്ന് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം. ഏതൊരു യൂട്യൂബേഴ്സിൻ്റെയും സ്വപ്നമാണ് ഒരു ജിമ്പിൾ സ്വന്തമാക്കുക എന്നുള്ളത്. നമുക്ക് ഓരോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 10,000 25,000 വരെയുള്ള ജിമ്പിളുകൾ. നമുക്കതൊന്നുമില്ലാതെ നമ്മളുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള കുറച്ച് പ്ലംബിംഗ് സാധനങ്ങൾ വെച്ച് ഒരു ജിമ്പിൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. 1 ഇഞ്ച് പൈപ്പ് നമുക്കൊരു 5.5 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം വേണം. അടുത്തതായിട്ട് വേണ്ടത് എൻഡ് ക്യാപ്പാണ്. എൻഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പൈപ്പുകൾ അടച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് എൻഡ് ക്യാപ്പ്. ആ എൻഡ് ക്യാപ്പ് ഈ 1 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ എൻഡ് ക്യാപ്പ് 2 എൻഡ് ക്യാപ്പാണ് നമുക്ക് വേണ്ടത്. ഒരെണ്ണം സാധാരണ പോലെ തന്നെയും രണ്ടാമത്തതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഒരു 1 ഇഞ്ചിൻ്റെ നെട്ടും ബോൾട്ടും ഉണ്ടോ, നെട്ടും ബോൾട്ടും എടുക്കുക. അതുപോലെ തന്നെ ഈ 1 ഇഞ്ചിൻ്റെ ഒരു ചെറിയ പീസ് ഇതിൽ പിടിപ്പിക്കുകയും വേണം. ഇത്രയുള്ളൊരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബോൾട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഉണ്ടോ ഇങ്ങനെ ഇതെടുത്തിട്ട് ഒന്ന് മുറുക്കി വയ്ക്കുക. 1 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് ഈ രീതിയിലാക്കി എടുക്കുക. അതുപോലെ 1.25 ഇഞ്ചുള്ള ഒരു 12 ഇഞ്ച് നീളത്തിൽ ഒരു പൈപ്പ് എടുക്കുക. ആ പൈപ്പിന് കുറച്ച് ഇറക്കിയിട്ട് ഒരു ഹോൾ ഇടുക. നമുക്കൊരു ബോൾട്ട് കടക്കാവുന്ന രീതിയിൽ ഒരു 2.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു ഹോൾ ഇടുക. 1.25 ഇഞ്ചിൻ്റെ 2 എൻഡ് ക്യാപ്പ്, അതിൻ്റെ ഒരെണ്ണം സെൻറ്ററിൽ തന്നെ ഹോൾ ഇടുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് പിടിപ്പിക്കുന്നതിന് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ 1.5 ഇഞ്ചിൻ്റെ ഇത്രയുള്ള 1.5 ഇഞ്ചിൻ്റെ ബോൾട്ട് പുറത്തേക്കാക്കി വയ്ക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് പിടിപ്പിക്കാനുള്ളതാണ് അതിൻ്റെ പ്രവർത്തനം. ലാസ്റ്റ് പറഞ്ഞു തരാം. അടുത്തായിട്ട് 4.5 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പൈപ്പ് എടുക്കുക. അത് 1 ഇഞ്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 1 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ഹോൾ ഇടുക. 3 ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ ബെയറിംഗ് ആണിത്. 20 mm വീതിയുള്ള ബെയറിംഗ്. ആ ബെയറിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പിടിപ്പിക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ 3 ബെയറിംഗ് ആണ് നമുക്ക് വേണ്ടത്. 20 mm വീതിയുള്ള ബെയറിംഗ് 3 എണ്ണം. അതിങ്ങനെ 3 ഭാഗത്തും പിടിപ്പിക്കുക. പിടിപ്പിച്ച് ഇങ്ങനെ ഒരു പീസും എടുക്കണം. കട്ട് ചെയ്ത് ഇതുപോലെ വളച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. അടുത്തായിട്ട് നമുക്ക് 2.5 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്നും ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? ഒരു 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തൊരു കഷ്ണമാണ്. അതിൻ്റെ 4 ഭാഗത്ത്, അതായത് ഇങ്ങനെ നേരെ വരുന്ന ക്രോസ് ലൈനിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് 4 ഹോൾ ഇടുക. നെട്ടും ബോൾട്ടുമാണ് നമുക്ക് ഇനി വേണ്ടത്. 1.5 ഇഞ്ച് നീളമുള്ള ബോൾട്ട്, ഇതൊരു 6 എണ്ണം വേണം. അതുപോലെ നെട്ട് 12 എണ്ണം വേണം. ഇനി നമുക്ക് പഴയ നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ ക്യാമറ പിടിപ്പിക്കുന്ന ആ പോർഷൻ, അത് നമ്മുടെ പഴയതുണ്ടെങ്കിൽ അത് ഒരെണ്ണം എടുക്കുക. അതിന് പറ്റിയ ഒരു നെട്ടും ബോൾട്ടും മേളിൽ ആണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. കണ്ടോ? ഇതിങ്ങനെ ഇത് പിടിപ്പിക്കാനുള്ളതാണ് നമുക്ക്. പിന്നെ വേണ്ടത് 1 ഇഞ്ചിൻ്റെ ഒരു എൽബോ ആണ്. അത് ഈ 1 ഇഞ്ച് പൈപ്പുമ്മ നമുക്കിതുപോലെ തന്നെ പിടിപ്പിക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു 1.5 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ്. 1.5 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പ് ഉള്ളിലൂടെ ഒരു ബോൾട്ട് വെച്ചിട്ട് ഇതുണ്ട് സിമെൻറ്റ് നിറച്ചേക്കാണ്. ഇത് നമുക്ക് വെയിറ്റിന് വേണ്ടിയിട്ടാണ്. സിമെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുകയാണ്, കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മൊബൈലാണ്. ഷൂട്ട് ചെയ്യാനുള്ള മൊബൈലും ഒരെണ്ണം വേണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. 2.5 ഇഞ്ച് റൗണ്ടിൽ നമുക്ക് ബോൾട്ട് പുറത്തേക്ക് ഉള്ള രീതിയിൽ ഇടാം. അതുപോലെ എതിർഭാഗത്തും ഇതിൻ്റെ നേരെ ഈ ഭാഗത്ത് കണ്ട് നമ്മൾക്ക് പുറത്തുനിന്ന് ഇടണം. കണ്ടോ?
പുറത്തുനിന്ന് നെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യണം. അതുപോലെ ഈ ഭാഗത്തുള്ളതും ഉള്ളിലേക്ക് തന്നെ ഇടുക. ഇതുപോലെ നമുക്ക് റെഡിയാക്കാം. അതിനുശേഷം നമ്മളുടെ ഈ 1.5 ഇഞ്ച് പൈപ്പ് ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ ഹോളിൽ കണ്ടോ, ഈ ഹോളിലേക്ക് ഇത് ടൈറ്റ് ചെയ്ത് കയറ്റാം. ഈ ബോൾട്ടും നെട്ടിട്ടും മുറുക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 ഭാഗത്തേക്ക് 2 നെട്ടും ബോൾട്ടും നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ഈ ബോൾട്ടും നെട്ടിട്ട് മുറുക്കുക. ഈ ബെയറിങ്ങിൻ്റെ ഉള്ളിലൂടെ നെട്ടും ബോൾട്ടും മുറുക്കുക. അതിനുശേഷം ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ബെല്ലിൻ്റെ പകുതി ഭാഗം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൈ പിടിയാണ് നമ്മൾ അടുത്തായിട്ട് റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമ്മളുടെ പിടിഭാഗമാണ്. ഇതിൻ്റെ എൽബോ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ഈ ഒരു അറ്റത്ത് എൻഡ് ക്യാപ്പ് ഇടാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഹോളിലിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് കടത്തുകയാണ്. അപ്പോൾ നമ്മൾക്കൊരു പിടി കിട്ടും. ഇനി ജിമ്പലിൻ്റെ ഈ ഭാഗം നമുക്ക് വേണ്ട ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ സെൻറ്ററിൽ വന്ന ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇട്ട് കേട്ടോ. ജിമ്പലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ ഫോൺ പിടിപ്പിക്കാനുള്ള ഭാഗം ഇതിൻ്റെ മുകളിൽ നിന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇതായി പോകും കണ്ടോ. ഇനി നമുക്കിവിടെ വെയിറ്റ് വേണം. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സിമെൻറ്റിൻ്റെ ഇതുണ്ട ഇവിടെ പിടിപ്പിക്കാനുള്ള എൻഡ് ക്യാപ്പാണിത്. ആ ക്യാപ്പ് നമുക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് ഇത് നെട്ടിട്ട് ടൈറ്റ് ചെയ്യാം. അല്ലേ ഇതുണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചാലും നമുക്ക് ജിമ്പൽ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. ഇനി ഇതിൽ നമുക്ക് ഫോൺ പിടിപ്പിക്കാം. ഇതിൽ നമ്മൾ ഫോൺ പിടിപ്പിക്കാൻ പോവുകയാണ്.